ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ എടുത്തിങ്ങനെ നോക്കുമ്പോൾ പ്രവാചകന്മാരുടെ പേരുകൾക്കിടയിൽ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തിന്റെ പേര് തന്നെ സൂറത്തുൽ ലുഖ്മാൻ. സൂറത്തുൽ ലുഖ്മാൻ, ലുഖ്മാൻ എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ പരിശുദ്ധമായ ഖുർആനിൽ കാണാം. ആരാണ് ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു? പ്രവാചകനല്ല. പിന്നെ എന്തുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ സൂറത്തുൽ ലുഖ്മാൻ എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ പരിശുദ്ധമായ ഖുർആനിൽ കാണാം? ആരാ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു? ആരാണ്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തവിടുന്ന് പാരായണം ചെയ്യുമ്പോൾ സൂറത്തുൽ ലുഖ്മാൻ എന്ന് പറയുന്ന അധ്യായമുണ്ടല്ലോ, ഈ സദസ്സിലിരിക്കുന്ന ഓരോ മാതാപിതാക്കളും ഇന്ന് വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അല്ലാഹുവേ ഉളുവെടുത്തിട്ട് പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് സൂറത്തുൽ ലുഖ്മാൻ വിടന്ന് ബോധാൻ തുടങ്ങിയാൽ പടച്ചവനെ വല്ലാത്ത ഒരു അത്ഭുതമാണ്. ലുഖ്മാനുൽ ഹകീം എന്ന് പറയുന്ന പിതാവ് തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകന് കൊടുക്കുന്ന ഉപദേശങ്ങളാ. ഒരു പിതാവ് തന്റെ പൊന്നാര മകൻ ഇങ്ങനെ ഉപദേശിക്കുകയാണ്, ഒരുപാട് സൽക്കർമ്മങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആരാ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു? ആരാ? പടച്ചറപ്പേ, സാധാരണ ഒരു മനുഷ്യനല്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തിന്റെ പേര് തന്നെ ലുഖ്മാൻ എന്നിടാനുള്ള കാരണം എന്താണ്? ആ ലുഖ്മാൻ എന്ന് പറയുന്ന പിതാവ് തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകന് കൊടുത്ത ഉപദേശങ്ങളോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞു തരികയാ. എന്റെ പ്രിയമുള്ളവരെ, ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രവാചകൻ നൂഹ് നബി തന്റെ മകന് കൊടുത്ത ഉപദേശമെന്ന് പറഞ്ഞിട്ട്, ഇബ്രാഹിം നബി തന്റെ പൊന്നുമകന് കൊടുത്ത ഉപദേശമെന്ന് പറഞ്ഞിട്ട്, ദാവൂദ് നബി തന്റെ പൊന്നുമകന് കൊടുത്ത ഉപദേശമെന്ന് പറഞ്ഞിട്ട്, ഇതുപോലെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ഇങ്ങനെ നിരത്തി നിരത്തി പറയുന്ന വേറൊരു അധ്യായമില്ല. പക്ഷേ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മകനെ പിടിച്ചിരുത്തിയിട്ട് ഉപദേശിക്കുന്ന ഉപദേശം പോലും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിടന്ന് എണ്ണി എണ്ണി പറഞ്ഞു തരുമ്പോ ആരാണ് ലുഖ്മാനുൽ ഹകീം എന്ന് പറയുന്ന മഹാനാരാ? എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആ ഉപദേശങ്ങൾ പോലും എനിക്കും നിങ്ങൾക്കും പഠിക്കുന്നതിന് വേണ്ടി വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്? എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കൂ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അവിടുത്തെ കുടുംബ പരമ്പരയിൽ കടന്നു വരുന്ന മഹാനാണ് ലുഖ്മാനുൽ ഹകീം തങ്ങള്. പടച്ചവനെ അവിടുന്ന് ചരിത്രം പറയുകയാണ്. ഈ ദുനിയാവിന്റെ തുലിക്ക് മുകളില് 1000 വർഷക്കാലം ജീവിച്ചിരുന്ന മഹാനാ. എന്റെ പ്രിയപ്പെട്ടവരെ, നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ പ്രവാചകനാണ്. അതുകൊണ്ടാണല്ലോ ശൈഖുൽ അംബിയ എന്ന് പറയുന്നത്. പക്ഷേ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു 1000 വർഷക്കാലമാണ് ഈ ദുനിയാവിൽ ജീവിച്ചത്. ആ മഹാനിന്റെ ചരിത്രം വായിച്ചു നോക്കുമ്പോൾ അവിടുന്ന് കാണാം 4000 പ്രവാചകന്മാര്, ഒന്നും രണ്ടുമല്ല 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്ത ഖാദിമാ. 4000 പ്രവാചകന്മാരുടെ ജീവിതം കണ്ടു പഠിച്ച ഖാദിമാ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകളുടെ ചരിത്രം എടുത്തു നോക്കൂ. 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്തിരുന്ന മഹാനാട്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരുന്നുണ്ട്, ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു വല്ലാതെ കറുത്തവനായിരുന്നു, സൗന്ദര്യമില്ലാത്തവനായിരുന്നു, മുടിയെല്ലാ ചുരുണ്ട മഹാനായിരുന്നു, തന്റെ ചുണ്ടുകൾ വല്ലാത്ത തടിയുള്ളതായിരുന്നു, സുഡാനികളെ പോലെയാണ് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹുവിന്റെ രൂപം അങ്ങനെയാ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാ. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. പടച്ചവനെ, മഹാനവറുകളുടെ ചാരത്തിരുന്ന് സംസാരിക്കുമ്പോൾ പടച്ചവനെ മുഖത്ത് വല്ലാത്ത ഒരു ദുഃഖം കാണുകയാണ്.
മുഖത്ത് വല്ലാത്ത ഒരു ദുഃഖം കാണുകയാ. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്. എന്തേ പടച്ചവനെ, ഈ ചെറുപ്പക്കാരന് വല്ലാത്ത ദുഃഖത്തിന്റെ കാരണമെന്താ? കാരണം ആ ചെറുപ്പക്കാരന് സമ്പത്തുണ്ട്, ആ ചെറുപ്പക്കാരൻ ഒരു യുവാവാണ്, ആ ചെറുപ്പക്കാരന് നല്ല ആരോഗ്യമുണ്ട്, അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്ത ചെറുപ്പക്കാരനാ. എന്നിട്ടും ആ ചെറുപ്പക്കാരന്റെ മനസ്സിന്റെ ഉള്ളിൽ എന്തോ ഒരു പ്രയാസമുണ്ടെന്ന് മനസ്സിലാക്കിയ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരനോട് ചോദിക്കുന്നു, മോനെ, എന്താണ് നിന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നത്? എന്തോ ഒരു കാര്യം നിന്റെ മനസ്സിൽ കിടപ്പുണ്ടല്ലോ, എന്തോ ഒരു പ്രയാസമുണ്ടല്ലോ, എന്താണെന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, തങ്ങള്, എന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യം എന്തെന്നറിയുമോ? എനിക്ക് അല്ലാഹു ആരോഗ്യം നൽകി, എനിക്ക് അല്ലാഹു സമ്പത്ത് നൽകി, എനിക്ക് പടച്ചവൻ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. പക്ഷേ ഞാൻ കറുത്തവനാണല്ലോ, എനിക്ക് സൗന്ദര്യമില്ലല്ലോ, ഗ്ലാമറില്ലാത്തത് കൊണ്ടാണ് എന്റെ മനസ്സിനൊരു വല്ലാത്ത വേദനയെന്ന് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്തേ മറുപടിയാണ്, എന്ത് മറുപടിയാണ് പറഞ്ഞു കൊടുത്തതെന്നറിയുമോ? ലാ തഹ്സൻ, അവിടെ നിന്ന് മഹാനവറുകൾ പറയുകയാ, മോനെ, നീ ഭയപ്പെടണ്ട. എന്തിനാടാ കറുത്തുപോയതിന്റെ പേരിൽ നീ പ്രയാസപ്പെടുന്നത്? എന്തിനാട് നീ എന്തിനാ ഭയപ്പെടുന്നത്? നീ എന്തിനാ വിഷമിക്കുന്നത്? അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ? അതാ പറയുന്നു, ലാ തഹ്സൻ ഫഇന്നഹു കാന മിൻ ഖൈരിൻ നാസ്. ജനങ്ങളിൽ അല്ലാഹു ഒരുപാട് ഉയർത്തിയ ചില കറുത്തവരുണ്ടടാ. ജനങ്ങളിൽ അല്ലാഹു ഒരുപാട് സ്ഥാനം കൊടുത്ത, ഒരുപാട് മഹത്വം കൊടുത്ത ചില കറുത്ത ആൾക്കാരുണ്ടെന്ന് അവിടെ നിന്ന് മഹാനവറുകൾ പറഞ്ഞു കൊടുക്കുകയാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിന്ന് പറഞ്ഞതെന്നും അറിയുമോ? പ്രവാചകൻ അവിടെ നിന്ന് 3 കറുത്ത ആൾക്കാരെ കാണിച്ചിട്ട് 3 കറുത്തവരുടെ പേര് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വഹാബാ, ഈ 3 കറുത്തവരും സ്വർഗ്ഗത്തിലാണ് സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത ഹദീസ് പറഞ്ഞു കൊടുക്കുകയാ. ആ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, തങ്ങള്, ആ കറുത്തവരാരാ? സ്വർഗത്തിൽ കിടക്കുമെന്ന് പ്രവാചകന് പേര് പറഞ്ഞു തന്ന ആ ഗ്ലാമർ ഇല്ലാത്തവരാരാണെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒന്നാമത്തെ മനുഷ്യനാരാ? ഗ്ലാമർ ഇല്ലെന്ന് പറഞ്ഞ് പ്രയാസപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, കറുത്തുപോയതിന്റെ പേരിൽ മനസ്സിന്റെ ഉള്ളിൽ വേദനയുമായി നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട്, എങ്ങനെയെങ്കിലും കറുപ്പിനെ ഒന്ന് വെളുപ്പിക്കാൻ, എങ്ങനെയെങ്കിലും കറുത്തുപോയി ആ കറുത്തതിനെ ഒന്ന് വെളുപ്പിക്കുന്നതിന് വേണ്ടി ബ്യൂട്ടി പാർലറിൽ പോകുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടും എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോടും, കറുപ്പിന് 7 അഴക. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കറുപ്പിന് എത്ര അഴക? പറ മനുഷ്യന്മാരെ, കറുപ്പിന് എത്ര അഴക? എന്താപ്പം മിണ്ടാതിരിക്കണേ? കറുപ്പിന്, ഇത് ഹദീസാണോന്നൊന്നും എന്നോട് ചോദിക്കരുത്. കറുപ്പിന് 7 അഴകെന്നാണ് പൊതുവെ, അതൊരു തത്വമാണെന്ന് തോന്നുന്നു. പാട്ടുകാരൊക്കെ പാടുന്നത് കേട്ടിട്ടുണ്ട്. കറുപ്പിന് 7 അഴക, വെളുപ്പിനോ? വെളുപ്പിന് പറചങ്ങാതിമാരെ, കറുപ്പിന് 7 അഴകുണ്ടെന്ന, വെളുപ്പിനോ ഒന്നും പറയണ പോലും കേട്ടിട്ടില്ല. എന്നാ കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് നീയാ രാജാവെന്ന് ചിന്തിക്കുന്നവരാ നമ്മള്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എങ്കിൽ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുത്തു, അള്ളാഹു ജനങ്ങളിൽ ഉയർത്തിയ 4 കറുത്തവരുണ്ട്. നിറത്തിന്റെ പേരിലല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അവിടെ നിന്ന് മഹാനവറുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എണ്ണി പറഞ്ഞിട്ട് പറഞ്ഞു, ഇവര് 3 പേരും സ്വർഗത്തില. മറ്റൊരു ഹദീസിൽ 4 പേര്. 4 പേരുടെ ചരിത്രമാണ് പറയുന്നത്. അതിൽപ്പെട്ട ഒരു മനുഷ്യനാണ് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു. ഗ്ലാമർ ഇല്ലായിരുന്നു, കറുത്തവനായിരുന്നു, മുടി ചുരുണ്ടവനായിരുന്നു, ചുണ്ടുകൾ തടിച്ചതായിരുന്നു, വല്ലാത്ത കറുപ്പ്, കരിക്കട്ടയുടെ കറുപ്പ്. ആ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിലാണ് പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാൻ എന്ന് പറയുന്ന ഒരു അധ്യായം. ആ അധ്യായം ഇങ്ങനെ എടുത്തു നോക്കിയ തന്റെ മകനെ വിളിച്ചിരുത്തിയിട്ട് ഉപദേശിക്കുകയാ.
ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതം പഠിക്കണം. ഉമ്മാനെ വല്ലാത്ത ഇഷ്ടമാ, ഉമ്മയോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. മഹാനവറുകളുടെ ചരിത്രം നമ്മൾ എടുത്തു നോക്കണം. ഉമ്മയോട് വല്ലാത്ത മഹബത്ത്, എവിടെ പോയാലും ഉമ്മാനോട് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ ചില മക്കൾ, പെണ്ണും കെട്ടി മക്കളായാലും മക്കളുടെ മക്കളായാലും വാപ്പായോ ഉമ്മായോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ മാതാപിതാക്കളോട് പറഞ്ഞിട്ട് പോകുന്ന മക്കൾ. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു ഒരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറാകുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട മാതാവിൻ്റെ മുന്നിൽ പോയിട്ട് പറഞ്ഞു, ഉമ്മ, ഞാനൊരു യാത്രയ്ക്ക് പോകുകയാണ്, തിരിച്ചു വരുമ്പോൾ എൻ്റെ ഉമ്മയ്ക്ക് എന്താണ് കൊണ്ടുവരേണ്ടത്? നല്ലതുപോലെ വ്യക്തമായിട്ട് കേൾക്കണം. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട്, മക്കളെ, ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മാതാവിനോട് ചോദിക്കുന്നു, ഉമ്മ, ഞാൻ അവിടെ നിന്നൊരു യാത്ര പോകുകയാണ്, യാത്ര കഴിഞ്ഞു മടങ്ങി വരുന്ന സമയത്ത് എന്റെ ഉമ്മയ്ക്ക് എന്താണ് കൊണ്ടുവരേണ്ടത്? ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഇതേ ചോദ്യം ഈ സദസ്സിലിരിക്കുന്ന പലരും ചോദിക്കാറുണ്ട്. പക്ഷെ അത് ഉമ്മയോടല്ല ചോദിക്കുന്നത്. പ്രിയപ്പെട്ട ഭാര്യയെ കെട്ടിപ്പിടിച്ചിട്ട് കതകിന്റെ മൂലയിലേക്ക് ചാരി നിർത്തിയിട്ട് ആരും കാണാതെ പ്രിയപ്പെട്ട ഭാര്യയുടെ കവിൾത്തടത്തിൽ ഒരു മുത്തം കൊടുത്തിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, പെണ്ണേ, നിനക്ക് തിരിച്ചു വരുമ്പോ ഞാൻ എന്താണ് കൊണ്ടുവരേണ്ടത്? ഇങ്ങനെ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മാതാവിനോട് ചോദിക്കുന്നു, ഉമ്മ, ഞാൻ തിരിച്ചു വരുമ്പോ എന്റെ ഉമ്മയ്ക്ക് എന്താണ് കൊണ്ടുവരേണ്ടത്? പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞു, മോനെ ലുഖ്മാനേ, തിരിച്ചു വരുമ്പോ എനിക്ക് കൊണ്ടുവരേണ്ടത് എന്തെന്നറിയുമോ? സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് നീ വാരിക്കൊണ്ടുവരട്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ. ആ ചെറുപ്പക്കാരാ, ഒരു കണ്ട ഒരു മനുഷ്യനും തൊടാത്ത സുന്ദരികളായ ഭൂല്യങ്ങളായ പെണ്ണുങ്ങളെ നടക്കുന്ന അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ. ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ. മോനെ, സ്വർഗത്തെ കുറിച്ചാണ് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവ് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, മോനെ, നീ തിരിച്ചു വരുമ്പോ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് വാരിക്കൊണ്ട് വരണേ മകനെ. സുബ്ഹാനല്ലാഹ്. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മാതാവിനോട് തിരിച്ചു പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? നമ്മളിൽ പലർക്കും അത് മനസ്സിലാക്കാൻ കഴിയില്ല, നമ്മളിൽ പലരും അത് ചിന്തിക്കാറില്ല. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു മാതാവിനോട് പറയുന്ന, ഉമ്മ, സ്വർഗത്തിലെ മണ്ണാണോ വേണ്ടത്? സ്വർഗത്തിലെ മണ്ണാണോ വേണ്ടത്? അതിന് ഞാൻ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ എന്റെ ഉമ്മ കാത്തിരിക്കണ്ട. ഉമ്മയ്ക്ക് സ്വർഗത്തിലെ മണ്ണല്ലേ വേണ്ടത്? മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ മുന്നിൽ ഇരിക്കുകയാണ്, തന്റെ മാതാവിന്റെ മുന്നിൽ മുട്ടുകുത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഉമ്മാടെ കാലിൽ ഇങ്ങനെ പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്ന, ഉമ്മ, കാലം ഉയർത്തും, കാലം ഉയർത്തും. തന്റെ പ്രിയപ്പെട്ട മാതാവ് കാലം ഉയർത്തുമ്പോ അതുവരെ തന്റെ ഉമ്മ ചവിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു പിടി മണ്ണ് വാരുകയാണ്, ഒരു പിടി മണ്ണ് വാരുകയാണ്. എന്നിട്ട് തന്റെ മാതാവിന്റെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറയുന്ന, ഉമ്മ, ഇതാ ഉമ്മ സ്വർഗത്തിലെ മണ്ണ്, ഇതാ ഉമ്മ സ്വർഗത്തിലെ മണ്ണ്. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ എത്ര പേർക്കാട് നാവ് കൊണ്ട് നമ്മൾ പലരും പറയും ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നതെന്ന്. എന്നിട്ട് എന്തേടാ ചെറുപ്പക്കാരാ, ഒരു സുന്ദരിയായ പെണ്ണിനെ കിട്ടിയപ്പോ, ഒരുപാട് കുടുംബക്കാരെ കിട്ടിയപ്പോ, ഒരുപാട് പണവും അധികാരവും ജോലിയും നിനക്ക് കിട്ടിയപ്പോ ആ സ്വർഗം കാൽച്ചുവട്ടിൽ കിടക്കുന്ന മാതാവിനെ മറന്നുപോയത്, കുത്തുവാക്ക് പറയുന്നത്, പരിഹസിക്കുന്നത്, ആ ഉമ്മയെക്കാൾ തന്റെ ഭാര്യ
ഭാര്യയ്ക്ക് സ്ഥാനം കൊടുക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി ഇന്നലെ ജീവിതത്തിലേക്ക് കടന്നു വന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി, അവളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി പെറ്റതള്ളയെ കണ്ണുനീര് കുടിപ്പിക്കുന്ന ചെറുപ്പക്കാരാ, എന്തേ നീ മറന്നുപോയത്? എന്തേ നിനക്കതിന്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയാതെ പോയി?